ഒരു ഭാരത് ബെൻസ് ലോറി നിറയെ മൈദച്ചാക്ക് നിറച്ച് എത്തുകയാണ്. പോലീസ് അത് പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് 3 ലക്ഷം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ. പൊന്നാനി ഹൈവേയിൽ നിന്നാണ് ഇത്തരത്തിലൊരു ലഹരി വേട്ട, നിരോധിത പുകയില വേട്ട നടത്തുന്നത്. ലോറിയിൽ കടത്തിയിരുന്നത് ഹാൻസ് എന്ന നിരോധിത പുകയില ഉൽപ്പന്നമാണ്. വിപണിയിൽ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 3 ലക്ഷം പാക്കറ്റുകളാണ്. ഏതാണ്ട് 1.5 കോടി രൂപ അതിന് വിലമതിക്കുമെന്നാണ് പോലീസിന്റെ ഒരു അനുമാനം. ലോറി ഡ്രൈവർ അത് ഒറ്റപ്പാലം സ്വദേശിയാണ് മോഹൻദാസ്. ഇയാളാണ് കസ്റ്റഡിയിലുള്ളത്. കാസർഗോഡ് നിന്ന് എറണാകുളം ജില്ലയിലേക്ക്, അതായത് കൃത്യമായി പറഞ്ഞാൽ പെരുമ്പാവൂരിലേക്കാണ് ഇത് കൊണ്ടുപോയത് എന്നാണ് ഈ മോഹൻദാസ് പറയുന്നത്. എങ്ങനെയാണ് പോലീസിന് ഇങ്ങനൊരു സൂചന ലഭിക്കുന്നത്? മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന് ഈ വിവരം കൈമാറുന്നത് നാർക്കോട്ടിക് ഡിവൈഎസ്പി ആണ്. മൈദച്ചാക്കുകൾക്കിടയിലാണ് ഇത് ഒളിപ്പിച്ച് കടത്തിയിരുന്നത്. മൈദച്ചാക്കുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ലോറി, ആ ലോറിയുടെ നടുവിലായി ചണം കൊണ്ടുള്ള ചാക്കുകളിൽ നിറയെ ഹാൻസിന്റെ പാക്കറ്റുകൾ. തീയതി വൈകിട്ട് പൊന്നാനി റൂട്ട് വഴി ഒരു ലോറിയിൽ, അതായത് വ്യക്തമായ ഇൻഫർമേഷനാണ്, അതായത് ഒരു ലോറിയിൽ, പ്രത്യേകിച്ച് ഭാരത് ബെൻസിൻ്റെ വെള്ള ഒരു ലോറിയിൽ ഹാൻസ് നിരോധ പുകയില കടത്തിക്കൊണ്ടുവരുന്നതായിട്ട് നമുക്കൊരു രഹസ്യവിവരം കിട്ടി. അത് നമ്മൾ നാർക്കോട്ടിക് DSPക്ക് കിട്ടി. അദ്ദേഹം SP മുഖാന്തരം ഞങ്ങൾക്ക് അറിയിച്ചതാണ്. അപ്പോൾ അതിന് പ്രകാരം ഞങ്ങൾ പെട്രോളിംഗ് ഉണ്ടായിരുന്ന പാർട്ടി അറിയിച്ച് നമ്മൾ കണ്ടാർമക്കാൻ്റെ ഇപ്പുറത്തുള്ള ഷാട്ടിൻ്റെ ഭാഗത്ത് റോഡിൽ നിന്ന് പരിശോധന നടത്തുമ്പോൾ ഈ ലോറി വന്നതായി കാണപ്പെട്ടു. ആ ലോറിയിൽ നമ്മൾ ആദ്യം പരിശോധന കൈയടിച്ച് ഒതുക്കി നിർത്തി. പിന്നെ ഹൈവേയിൽ നമുക്ക് നിർത്താൻ പറ്റാണ്ട് നമ്മൾ സൈഡിലോട്ട് മാറ്റി ഇറക്കി നിർത്തിയിട്ട് ചോദിച്ചു. ആദ്യം കാര്യങ്ങളെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അത് മൈദ മാവാണ് എന്ന് പറഞ്ഞു. എന്നാൽ അയാൾക്ക് ഒരു പരിങ്കലുണ്ട്, നമുക്കുള്ള ഇൻഫർമേഷൻ കറക്റ്റാണ്. അങ്ങനെ നമ്മളൊന്നും അറിയാൻ തുറന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് മടിയായി. പിന്നെ നമ്മളത് നേരെ കയറി ഒരു പോലീസുകാരനെ കൊണ്ട് അതിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് സൈഡിൽ, അതായത് ഏറ്റവും പുറകിൽ ഫുള്ള് മൈദ മാവ് അടുക്കിയിട്ടുണ്ട്, മുകൾ ഭാഗത്തും മൈദ മാവ് അടുക്കിയിട്ടുണ്ട്. ഹാൻസ് പാക്കറ്റ് നിറഞ്ഞ ചാക്കുകൾക്ക് ചുറ്റും മൈദ ചാക്കുകൾ നിരത്തി വെച്ച് ഒരു കടത്ത്. 3 ലക്ഷത്തോളം ഹാൻസ് പാക്കറ്റുകളാണ് അങ്ങനെ പോലീസ് പിടിച്ചെടുത്തത്. 200ഓളം വലിയ ചാക്കുകളായിരുന്നു ഈ ഹാൻസിന്റെ പാക്കറ്റുകൾ എന്നാണ്. പെരുമ്പാവൂരിലേക്കുള്ള ലോഡ് ആണ് ഇത്തരത്തിൽ ഡ്രൈവർ കടത്തിയത് എന്ന് പറയുന്നു. എന്നാലും ഡ്രൈവർ പറഞ്ഞത് കൂടുതൽ വിവരങ്ങളാണ്. പോലീസിന് അതൊരു പുതിയ ഇൻഫർമേഷനുമായിരുന്നു. 200 ചണച്ചാക്കിനകത്ത് വീണ്ടും അഡീഷണൽ 50 വീതം കൊള്ളുന്ന 2 ചാക്ക് വെച്ചിട്ടുണ്ട്. ഒരു ചണച്ചാക്കിനകത്തിന് വേറെ പ്ലാസ്റ്റിക്കിൻ്റെ 2 ചാക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 400 ചാക്ക്. അതിൽ ഓരോ ചെറിയ ചാക്കിലും 50 പാക്കറ്റുണ്ട്. ആ 50 പാക്കറ്റിൽ ഓരോ പാക്കറ്റിനകത്തും 15 വീതമുള്ള മാല. ആ 15 കൂട്ടുകയാണെങ്കിൽ തന്നെ 3 ലക്ഷം പീസ്. അതിലിപ്പോൾ നിലവിൽ അവർ 50 രൂപ വെച്ചാണ് വെളിയിലൊക്കെ പലയിടത്തും കൊടുക്കുന്നത്. അങ്ങനെ കണക്കാക്കിയപ്പോൾ 1.5 കോടി രൂപയുടെ മൂല്യമുള്ള ഹാൻസാണ് നമ്മൾ പിടിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ വണ്ടി ബെൻസ് മോഡൽ ലോറി. ദിലീപിന്റെ പഴയൊരു സിനിമയിൽ ഇത്തരത്തിൽ സ്പിരിറ്റ് കടത്തുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ എത്ര വാഹനങ്ങളിലായിരിക്കും അല്ലേ ഇതുപോലുള്ള ലഹരി വസ്തുക്കൾ കടത്തുന്നത്. എന്താണെങ്കിലും ഈ ഡ്രൈവർ മോഹൻദാസ് അത്ര ക്ലീൻ കക്ഷിയൊന്നുമല്ല. നേരത്തെയും ഇയാൾക്കെതിരെ കേസുണ്ട്. എന്താണെങ്കിലും തിരൂർ DYSP KJ ജോൺസൺ, മലപ്പുറം ജില്ലാ നാർക്കോട്ടിക് സെൽ DYSP സിബി ഇവരുടെ നേതൃത്വത്തിലായിരുന്നു ഒരു വലിയ സംഘം. പൊന്നാനി ഇൻസ്പെക്ടർ അഷ്റഫും SI ജസ്റ്റിനും തിരൂർ താനൂർ ഡാൻസ് ഓഫ് ടീമുകളും CPO രഘു, ഐഡ്രിൻ കാർവാലിയോ എന്നിവരൊക്കെ ചേർന്ന ഒരു വലിയ സംഘം ഇത്തരത്തിലൊരു വൻ ഹാൻസ് വേട്ട നടത്തിയത്.